ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 8ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ചാപ്റ്റർ ഫസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. നമ്മളതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. മലയാളം എക്സ്പ്ലനേഷൻ, അർത്ഥങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമാണ്. പുതിയ പാഠപുസ്തകമാണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പേടാണ് കേട്ടോ നമ്മുടെ ചാപ്റ്റർ. धूप सिली तो बिगड़ गई कतरन कतरन छायाएं, इससे क्या दृश्य उभर आता है? എന്താ മീനിങ്? സൂര്യപ്രകാശം ചിതറിക്കിടക്കുന്ന നിഴലുകൾ, ഇതിൽ നിന്ന് എന്ത് ദൃശ്യമാണ് നിങ്ങൾക്ക് മനസ്സിലാവണത് എന്നാ ചോദിക്കുന്നത്. ऐसा दृश्य उभरता है जहाँ पेड़ की पत्तियों से चलकर धूप जमीन पर टुकड़ों टुकड़ों में छाया बनाती है. यह छाया ऐसे लगती है जैसे किसी दर्जी ने കപ്പടെ കി കതർനൂം കി തര ഫൈലാ ദി ഹോ. എന്താ പറയണത്? മരത്തിൻ്റെ ഇലകളിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശം നിലത്ത് നിഴലുകളുടെ കഷ്ണങ്ങൾ, അതായത് ആ സൂര്യപ്രകാശത്തിൽ നമുക്ക് നിഴലുകൾ കാണല്ലേ, ആ നിഴലുകളുടെ കഷ്ണങ്ങൾ സൃഷ്ടിക്കുന്ന പോലെ. ഈ നിഴലുകൾ എന്തിനോടാണ് അവർ കമ്പയർ ചെയ്തിരിക്കുന്നത്? ഈ നിഴലുകളെ ഒരു തയ്യൽക്കാരൻ തുണിക്കഷ്ണങ്ങൾ ഇങ്ങനെ വിരിച്ചിരിക്കുന്ന പോലെ, ഒരു തയ്യൽക്കാരൻ തുണിക്കഷ്ണങ്ങൾ ഇങ്ങനെ വിരിച്ച് വെച്ചിരിക്കുന്നത് പോലെയാണ് ആ നിഴലുകളിൽ ഇത് കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ്. मिट्टी रंग हवा पानी को ചോടാ ദിയാ തരാശ്, ഇസ്കാ താൽപര്യ ക്യാ ഹെ? എന്താ പറയണ? സോയില്, അതുപോലെ തന്നെ കളറ്, മണ്ണ്, നിറം, വായു, വെള്ളം എന്നിവ ചേർത്ത് നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ഇസ്കാ താൽപര്യ യഹ് ഹേ കി पेड़ ने इन प्राकृतिक तत्वों को एक साथ छोड़कर सुंदर रूप बनाया जाता है. यह पंक्ति पेड़ की सृजनात्मक शक्ति को दर्शाती है जैसे वह प्रकृति का कलाकार हो. എന്താ അതിൽ പറയുന്നത്? അതായത് ഈ എല്ലാ പ്രകൃതിദത്ത ഘടകങ്ങൾ, ഈ പറയുന്ന മണ്ണും കളറും കാറ്റും വെള്ളവും എല്ലാം പ്രകൃതിദത്ത ഘടകങ്ങളാണ് അല്ലെ, പ്രകൃതിയിൽ തന്നെയുള്ള. ഇതിനെല്ലാം ഒരുമിച്ച് ചേർത്ത് ഒരു മനോഹരമായ ഒരു ആകൃതിയിൽ രൂപപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, പ്രകൃതിയുടെ കലാകാരനെ പോലെ മരത്തിൻ്റെ സൃഷ്ടിപരമായ ശക്തിയെയാണ് ഇവർ കാണിക്കുന്നത്. അതായത് ഒരു കലാകാരനാണ് പേട്. ഇവിടെ ശരിക്കും എന്തുതന്നെയാണ്? പ്രകൃതിയിലൊരു കലാകാരനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ശക്തിയാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ്. രംഗ് മഹക്കി ഹുയി സിലായി, ഇസ്കാ മത്ലബ് ക്യാ ഹെ? എന്താ പറയണത്? രംഗ് മഹക്കി ഹുയി സിലായി എന്ന് പറയണത് നിറവും സുഗന്ധവും എന്നാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഇസ്കാ മത്ലബ് ഹേ കി പേട് മേം फूलों में रंग और खुशबू को ऐसा छोड़ा है जैसे कोई दर्जी सिलाई करता है. पेड़ ने सौंदर्य और सुगंध को मिलाकर फूलों को आकर्षक बनाया है. എന്താ പറയണത്? നിറവും സുഗന്ധവും എന്നാൽ ഒരു തയ്യൽക്കാരൻ തുന്നുന്നത് പോലെ മരം പൂക്കൾക്ക് നിറവും സുഗന്ധവും ചേർത്തിരിക്കുന്നു. അതായത് ഒരു തയ്യൽക്കാരൻ എങ്ങനെയാണോ തുന്നുന്നത് അതുപോലെ തന്നെയാണ് മരം പൂക്കൾക്ക് എന്ത് കൊടുക്കുന്നത്? കളറും മണവും എല്ലാം കൊടുക്കുന്നത്. സൗന്ദര്യവും സുഗന്ധവും ഒരുമിപ്പിച്ചിട്ട് മരം എന്ത് ചെയ്യണത്? ഈ പൂക്കളെ ഭയങ്കര അധികം ആകർഷകമാക്കുന്നുണ്ട്. അതാ പറയണത്. രംഗ് മഹക്കി ഹുയി സിലായി എന്ന് പറഞ്ഞാൽ കളറും മണവും ഒക്കെ കൊടുത്തിട്ട് ഇതിനെന്താക്കണു? ഭയങ്കര ആകർഷകമാക്കി മാറ്റുന്നു. वन के पेड़ में वन के स्वाद सिले है का मतलब क्या है? കാട്ടിലെ സുഗന്ധങ്ങൾ കാട്ടിലെ മരങ്ങളിൽ തുന്നിച്ചേർത്തിരിക്കുന്നു എന്നാണ് പറയണത്. എന്താ അതിൻ്റെ അർത്ഥം എന്നാണ് ചോദ്യം. इसका मतलब है कि जंगल के पेड़ों में जंगल की घास पहचान स्वाद और विशेषता भरी हुई है. ये पंक्ति दिखाती है कि हर पेड़ अपने पर्यावरण से जुड़ा होता है और उसमें उसी स्थान का स्वाद और खुशबू बसती है. എന്താ പറയണത്? മരങ്ങൾ, അതായത് ജംഗിൾ കെ പേടുമേം ജംഗിൾ കി ഘാസ് പഹചാൻ ഹെ അല്ലെ. മരങ്ങൾ കാടിൻ്റെ തനതായ വ്യക്തിത്വം, രുചി, സവിശേഷതകൾ എന്നിവയിലാണ് നിറഞ്ഞിരിക്കുന്നത്. കാടിൻ്റെ സൗന്ദര്യം മരങ്ങൾക്ക് ഉണ്ടാവും അല്ലെ. ഓരോ മരവും അതിൻ്റെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ രുചി, മണം, അതിൻ്റെ ഒരു സ്വഭാവം അതെല്ലാം ആ മരത്തിനുണ്ടെന്നാണ് ആ വരികളിൽ പറയണത്.
അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആപ് അപ്നി ജിന്ദഗി കോ കേസെ സിൽന ചാഹത്തെ ഹെ? നിങ്ങൾ നിങ്ങളുടെ ജീവിതം എങ്ങനെ തുന്നിച്ചേർക്കാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ രൂപപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്? अच्छा सोचकर, अच्छा काम करके, दूसरों के लिए अच्छा करके, कड़ी मेहनत करके तथा दूसरों और अपने माता पिता से प्रेम करके अपने जीवन को अच्छी तरीके से बनाना चाहता हूँ. ഇതിൽ പറയണത് നല്ലത് വിചാരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ, മറ്റുള്ളവരെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക, നല്ല രീതിയിൽ അധ്വാനിക്കുക, അച്ഛനമ്മമാരെ സ്നേഹിക്കുക, അങ്ങനെ നല്ല രീതിയിൽ ജീവിതം കെട്ടിപ്പടുക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഈ ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണുള്ളത്. ഇനി ബാക്കി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ കുറേ ഈ ചാപ്റ്ററിൻ്റെ ബാക്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ആക്ടിവിറ്റീസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.